ഹലോ. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഇന്ന് ഗുരുവായൂർ പോവാണ്. അറൗണ്ട് ഒരു 4 വർഷമായി ലാസ്റ്റ് പോയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ പ്ലാൻ ചെയ്യുമെങ്കിലും എന്തെങ്കിലും ഒരു തടസ്സം കാരണം അതൊന്നും നടന്നിട്ടില്ല. അങ്ങനെ ഫൈനലി ഇന്ന് പോകാൻ തീരുമാനിച്ച്. നമ്മൾ അറൗണ്ട് ഒരു 6 മണി ആ ഒരു സമയമാകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു ടൈമൊക്കെ നല്ല മഴയുണ്ടായി, നല്ല ഇടി മിന്നൽ മഴ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച ആ മഴേൻ്റെ സീസൺ സ്റ്റാർട്ടായി. പക്ഷേ നമ്മളിവിടുന്ന് ആ ഒരു ഇറങ്ങുന്ന ടൈം മാത്രമേ ആ മഴ ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ മഴയൊക്കെ നിന്ന്, പക്ഷെ എന്നാൽ വെയിലില്ല, നല്ലൊരു കാലാവസ്ഥയുണ്ടായേ. അങ്ങനെ ഞാൻ, അച്ഛൻ, അമ്മ, പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവരും കൂടിയാണ് നമ്മൾ പോയത്. ഇത്ര രാവിലെ ഇറങ്ങാൻ കാരണം ബ്ലോക്കൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അതുകൊണ്ട് ബ്ലോക്കൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. തിരിച്ചു വരുന്ന സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പോകുന്ന സമയത്ത് വലിയ ബ്ലോക്കൊന്നുമില്ല. അറൗണ്ട് ഒരു 6 മണി ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ഫ്രഷായി അമ്പലത്തിലേക്ക് പോയി. നമ്മൾ ഇന്ന് ഉള്ളിലൊന്നും കയറേണ്ടെന്ന് വിചാരിച്ച് നിന്നതാ. പക്ഷെ അവിടെ എത്തിയപ്പോൾ അച്ഛൻ പറഞ്ഞു ഉള്ളിൽ കയറാൻ പ്രാർത്ഥിക്കാം. നമ്മൾ ആ ക്യൂവിൽ നിൽക്കുന്ന സമയത്താണ് ദീപാരാധന കയറ്റ് നടയടച്ചത്. അങ്ങനെ ഒരു 1.5-2 മണിക്കൂറിന് ശേഷം അങ്ങനെയാണ് നട തുറന്നതും. അത് കുറച്ചൊന്ന് ലാഗ് വന്നു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഒപ്പം ഒരാളുള്ളത് കൊണ്ട് ഒന്ന് ബോറടിക്കാതെ അങ്ങനെ അങ്ങ് പോയി. അവിടെ നിന്നുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ അങ്ങ് എടുത്ത് അതിനുശേഷം ക്ലോക്ക് റൂമിൽ ഫോൺ വെച്ചിട്ടാണ് അങ്ങ് ഉള്ളിലേക്കെല്ലാം കയറിയത്. അതുകൊണ്ട് വേറെ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഹലോ. അപ്പോൾ നമ്മൾ നൈറ്റ് ഉള്ള ദിവസം റൂമിലേക്ക് ഇനിയിപ്പം തിരിച്ചിട്ട് നല്ല തിരക്കായിരുന്നു. പക്ഷേ സ്മൂത്തായിട്ട് കാര്യങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ റൂമിലേക്ക് തിരിച്ചെത്തി. ഇനി നാളെ രാവിലെ പോകണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഏകദേശം ഒരു 5 മണിയാകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി. അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു കോലാണെങ്കിലും തിരിച്ചു വന്ന ഭയങ്കര അബദ്ധമായിട്ട് അത്രയും തിരക്കായിരുന്നു. പക്ഷെ അവിടെയുള്ള ആൾക്കാർ പറയാ തിരക്ക് കുറവാണ്, ഇന്നലത്തെയൊക്കെ വെച്ച് നോക്കുമ്പം ഇന്ന് ഭയങ്കര തിരക്ക് കുറവാണ്. പക്ഷെ നമ്മൾ 6 മണിക്ക് ക്യൂ നിന്നിട്ട് 10 മണിക്കാണ് അമ്പലത്തിന്റെ ഉള്ളിൽ കയറുന്ന ക്യൂ കംപ്ലീറ്റ് ആയിട്ട്. അത്രയും നേരാണ് ആ ക്യൂ നിന്ന് 4 മണിക്കൂറിനടുത്ത് ക്യൂ നിന്നിട്ടാണ് പോയത്. ഈ 4 മണിക്കൂർ എനിക്ക് പ്രശ്നം ഉണ്ടായത് ഞാൻ വെച്ച പൂവ് കാരണം. 3 ഹെയർ പിന്നും കൊണ്ട് ഈ ഒരു ഇത്രയും ലെങ്ത്തുള്ള പൂവൊക്കെ എൻ്റെ ഹെയറിൽ വെക്കാൻ ശ്രമിച്ചത്. പക്ഷെ ഞാൻ ഓരോ അരമണിക്കൂർ കഴിയുമ്പോൾ ഈ ഒരു പൂവ് ഒന്ന് അഴിഞ്ഞു വരും. അങ്ങനെ ലാസ്റ്റ് എല്ലാവരും നോക്കുമ്പോൾ ഞാൻ ഈ മുടി കെട്ടലേ 4 മണിക്കൂർ ടൈം എനിക്ക് പോയത് ഈ മുടി കെട്ടി ഈ ഒന്ന് പൂവ് ശരിയാക്കിയിട്ടാണ്. അതുകൊണ്ട് എനിക്ക് സമയം വേഗം പോയി. ഞാൻ പൂവ് ശരിയാക്കും, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എവിടുന്നെങ്കിലും അഴിഞ്ഞു വരും. ലാസ്റ്റ് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബ്രെയ്ഡ് അങ്ങ് അവിടെ ചെയ്ത് വെച്ച് അങ്ങനെയാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. അത് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ ഒന്ന് ലെവലാക്കി. പക്ഷെ എന്നാലും ഈ അഴിഞ്ഞു വരുന്നത് പിന്നെ വിചാരിച്ച് എന്തായാലും കഴിഞ്ഞല്ലോ, അമ്പലത്തിൽ നിന്നൊക്കെ കഴിഞ്ഞല്ലോ, ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാ. പക്ഷെ ഈ ഒരു കോളത്തിനൊന്നും നടക്കില്ല എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോയി.